നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഏത് രീതിയിലുള്ളതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവന് വേണ്ടി നിന്റെ കണ്ണീന്ന് വന്ന കണ്ണീര് കണ്ടതുകൊണ്ട് പറയാണ്, പ്രാർത്ഥിക്ക്. ഞങ്ങൾക്കൊപ്പം അവന് വേണ്ടി പ്രാർത്ഥിക്ക്. ഞാനീ നിൽക്കുന്നത് എന്റെ ഈശ്വരന്മാരുടെ ഉറപ്പിലാണ്. ഡോക്ടറെ, ഓപ്പറേഷൻ സക്സസ് ആണ്. ഈശ്വര, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് തന്നെ പറയാം. ഓ, ഞാൻ തന്ന വാക്ക് പാലിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശിവനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം മഹേന്ദ്രനുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയ സംബന്ധമായ അതെല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. കൃത്യമായിട്ടുള്ള മരുന്ന്, എക്സർസൈസ് അതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യിച്ചോളാം. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെ ക്യാമ്പിലേക്ക് വരാം. അതുപോലെ മതി. എന്നാ പിന്നെ പറഞ്ഞ പോലെ. ഡെയ്സി, ശിവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമല്ല, നിനക്കും കൂടി അവകാശപ്പെട്ടതാ. പക്ഷേ നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാനുള്ള വിവേകം നിന്റെ മാതാപിതാക്കൾക്കില്ല. ഈ ബന്ധം അവരൊരിക്കലും സമ്മതിച്ചു തരികയില്ല. എന്നെയും എന്റെ മകനെയും ഇത്രയും വെറുക്കുന്ന ഒരു കുടുംബവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്കും താല്പര്യമില്ല. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും സത്യത്തിൽ മടുത്തു. എന്തിനാ വെറുതെ വീട്ടുകാരെ തമ്മിൽ അടിപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിക്കുന്നേ? അതുകൊണ്ട് എല്ലാം കഴിയുമെങ്കിൽ അങ്ങ് മറന്നേക്ക്. എനിക്കങ്ങനെ ശിവനെ മറക്കാൻ പറ്റില്ല. അതിന് കാരണം ശിവൻ എന്റെ കഴുത്ത് കെട്ടിയ താലിയ. താലിയോ? അതെ, ഇത് ശിവൻ കെട്ടിയ താലിയ. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം ശിവനെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനാവില്ല. ഞാൻ നോക്കാം സാറേ. വേണ്ട, എനിക്കറിയില്ല നോക്കാൻ. സാറേ, ഇയാളെ പിടിക്കണോ? മാറിക്കണോ? ഞാൻ പോയി നോക്കോളാം. ചുമ്മാ പിടിക്കാൻ പുറമെ നടക്കുക. ആരാ? രാഘവന്മാരെ, ഞാൻ അത് തന്നെ ചോദിച്ചേ, ആരാന്ന്? ഈ മീറ്ററിന്റെ റീഡിംഗ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ വീട്ടോട്ടുള്ള തള്ളിക്കറി വരണ്ടേ. അല്ല, മനസ്സിലായില്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ, ശാരദയുടെ ഭർത്താവ്. ശാരദ? ശാരദ? ഇയാൾ എന്തൊക്കെയാണ് പറയുന്നേ? പിള്ളേ, ഇയാൾ ചോദിച്ചേ, ദേ ആരാണ്ട് വഴിയായിട്ട് ഇങ്ങോട്ട് കയറിയെന്നാ തോന്നുന്നേ. കേട്ടാ, എവിടേക്കാ പണിച്ച പറഞ്ഞോട്. ചുമ്മാ അത് മനുഷ്യൻ എനിക്ക് കിടന്നാണ്ട് ചോദിക്കാനും പറയാൻ ആളില്ലാത്തോണ്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ. വന്നു കയറുന്നതിനൊക്കെ എന്ത് വിശേഷ വീട്ടിൽ കയറ്റുന്നേ? സൂക്ഷിക്കണം ഇങ്ങനെയുള്ളവരെയൊക്കെ. ചോദിക്കാനും പറയാൻ ആളില്ലാത്തോണ്ടാ ഇങ്ങനെ വന്ന് കയറുന്നേ. അല്ലാന്തുവാ? വിഷ്ണു കുഞ്ഞിനെ കാണാതായതിനു ശേഷം ആളിങ്ങനെയാ. ഇരിക്കുന്ന ഇരിപ്പിൽ എല്ലാം അങ്ങ് മറന്നുപോകും. സത്യാമ്മയ്ക്ക് മാനസികമായ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആ തലയിടിച്ചതിന്റെ ക്ഷീണമുണ്ട്. കുറച്ചുനാള് ചിലപ്പോ ഈ കിടപ്പ് തന്നെ കിടക്കാനും സാധ്യതയുണ്ട്. എന്നുവെച്ച്
സ്ട്രോക്ക് വന്ന് വീണതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിലും റിക്കവറി ആകാവുന്നതേ ഉള്ളൂ. അപ്പൊ ചത്തുവോ ഡോക്ടറെ? അയ്യോ രാഘവേട്ട, അല്ല, ഞാൻ ചത്തുവെങ്കിലേ പല ആൾക്കാരെ അറിയിക്കാനുണ്ടേ. നേരത്തെ ഒന്ന് അറിഞ്ഞാ എല്ലാരെയും ഒന്ന് വിളിച്ച് അറിയിച്ചേക്കാന്ന് വെച്ചാ. അയ്യോ രാഘവേട്ട, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് കൊള്ളാം, പിന്നെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഒരു മരണം നടക്കാൻ പോകുന്ന വീടാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അല്ല, കർമ്മം ചെയ്യാൻ വിഷ്ണു വേണ്ടേ? പിള്ളേ, അവന് വിളിക്ക്. അവന്റെ അടുത്തേ കുളിച്ചിട്ട് വരാൻ പറ. അതോ അവന് തിരക്കായോ? ആ ആ ആ സ്വന്തം അമ്മയുടെ ബലിയിടാൻ പോലും സമയമില്ലാതെ അവ എവിടെ കൊടുന്നേ? കൊള്ളാം. പിള്ളേ, പിന്നെ അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ ലിസ്റ്റ് എടുക്കണം.